ശ്രമം നടത്തുകയും ചെയ്തു. നഴ്സിംഗ് കോളേജിനുള്ളിലേക്ക് ചാടിക്കടക്കാനാണ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. ഇതിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങളാണ്, നഴ്സിംഗ് കോളേജിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടു. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ഉന്തും തള്ളും, ചെറിയ തോതിലുള്ള വാക്കേറ്റം, സംഘർഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താ ഉള്ള KSUവിന്റെ പ്രതിഷേധ സമരമാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. അത് സംഘർഷത്തിലേക്കും വാക്കേറ്റത്തിലും. ഇപ്പോൾ പോലീസ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് മാറ്റുകയാണ്. അവരോട് കൂടി കോളേജിലേക്ക് പ്രതിഷേധം നടത്തിയത് ആദ്യഘട്ടത്തിൽ നേതാക്കൾ ഉൾപ്പെടെ പ്രസംഗിച്ചു കഴിഞ്ഞ ശേഷമാണ് കാര്യങ്ങൾ എത്തിയത്. ഒരു വിഭാഗം പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഈ നഴ്സിംഗ് കോളേജിലേക്ക് പ്രവേശിക്കാൻ ഒരു ശ്രമം നടത്തി. ിലേക്ക് കാര്യങ്ങൾ എന്തായാലും നയിച്ചത്. നിലവിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഈ സമരം നിലവിൽ പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കും. വലിയ സമരങ്ങൾ ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമരങ്ങൾ നടത്തിയിരുന്നു. അതായത് ഈ കോളേജിന് ദേശീയ നഴ്സിംഗ് കൗൺസിലിന്റെ അക്രഡിറ്റേഷൻ താൽക്കാലിക കെട്ടിടത്തിൽ നിന്ന് ഒരു സ്ഥിര കെട്ടിടത്തിലേക്ക് കുട്ടികൾക്ക് പഠിക്കാവുന്ന രീതിയിൽ സൗകര്യമൊരുക്കുക, കോളേജ് ബസ് സംവിധാനം ഒരുക്കുക, അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതിന്റെ തുടർ സമരങ്ങളുടെ ഭാഗമായാണ് ഇന്ന് KSU പ്രവർത്തകരും ഒപ്പം തന്നെ ഈ കോളേജിലെ വിദ്യാർത്ഥികളുടെ സംഘടിപ്പിച്ചത്. ആ മാർച്ചിന് ശേഷമാണ് ഇപ്പോൾ എന്തായാലും KSU പ്രവർത്തകരും ഉണ്ടായി. ഇപ്പോൾ എന്തായാലും പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നിൽക്കുകയാണ്. KSUവിന്റെ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നിലവിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ പരസ്പരം പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങില്ല എന്നൊരു നിലപാടിൽ നിൽക്കുന്നു. അത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലേക്കും പിടിച്ചു തള്ളലേക്കും ഒരു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിനിടെ പ്രവർത്തകൻ വഴങ്ങാത്ത സാഹചര്യമാണ്. അങ്ങനെ പെട്ടെന്ന് കീഴടങ്ങില്ല എന്ന് ഉറച്ച് പ്രവർത്തകർ നിൽക്കുന്നു. പക്ഷേ പോലീസ് ലോ ആൻഡ് ഓർഡർ ക്രമീകരണം കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു പ്രതിഷേധ സാഹചര്യം, സമര സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പോലീസ് ബസ്സിലേക്ക് നീക്കാനുള്ള ശ്രമമാണ്. പക്ഷേ പെട്ടെന്ന് കീഴടങ്ങില്ല എന്നുറച്ചുകൊണ്ട് വലിയ പ്രതിരോധമാണ് ഈ പ്രവർത്തകർ ഉന്നയിച്ചാണ് KSUവിന്റെ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഈ കോളേജിന്റെ താൽക്കാലിക കെട്ടിടത്തിൽ നിന്നും പ്രവർത്തനം മാറ്റുക, ഒപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥി, അങ്ങനെ നിരവധി ആവശ്യങ്ങളുണ്ട്. കഴിഞ്ഞ മാസം മഴയത്തുൾപ്പെടെ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ സമരം നടത്തിയിരുന്നു. അതിന്റെ തുടർച്ച എന്നോണം കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചാണ് ചെറിയ സംഘർഷത്തിലേക്ക് കിടന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ഇപ്പോഴെന്തായാലും ഒരു വിഭാഗം പ്രവർത്തകർ ഈ അറസ്റ്റിന് വഴങ്ങുന്നില്ല. അത് പോലീസിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധമാണ് സൃഷ്ടിക്കുന്നത്. പ്രവർത്തകരെ ജീപ്പിലേക്ക് കയറ്റേണ്ട, വാഹനത്തിലേക്ക്, പോലീസ് ബസ്സിലേക്ക് കയറ്റേണ്ട ഒരു സാഹചര്യമാണ് എന്തായാലും ഉള്ളത്. പോലീസ് ഇടപെടലൊന്നും പ്രവർത്തകരുടെ ഭാഗത്തേക്ക് പോലീസ് നടത്തിയിട്ടില്ല. കാരണം സമാധാനപരമായി തന്നെയാണ് പോലീസ് ാത്തത് ചെറിയ പ്രതിസന്ധിയാണ്. നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ച ചില പ്രവർത്തകർ റോഡിൽ ഉൾപ്പെടെ കുത്തിയിരുന്ന അറസ്റ്റിന് വഴങ്ങില്ല ബലം പ്രയോഗിച്ച് പോലീസ് ബസ്സിലേക്ക് കയറ്റുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അങ്ങനെ വലിയ കേരള വിദ്യാർത്ഥി യൂണിയൻ നിലവിൽ പത്തനംതിട്ടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തുടർ സമരമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ മാസം സമാനമായി ഈ കോളേജിലെ വിദ്യാർത്ഥികളും ഒപ്പം KSU പ്രവർത്തകരും ഒക്കെ തന്നെ സമരം നടത്തിയിരുന്നു. അതിന്റെ തുടർച്ച കാര്യത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ഒരു സമരം. നമ്മൾ പത്തനംതിട്ട നഴ്സിംഗ് കോളേജ്, അതിന്റെ ശോചനീയാവസ്ഥ, താൽക്കാലിക കെട്ടിടത്തിലെ
ഒന്നും ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികൾ ഇപ്പോഴും ഈ താൽക്കാലിക കെട്ടിടത്തിലാണ് പഠിക്കുന്നത്. ഒരു നഴ്സിംഗ് കോളേജിന്